ഇതിഹാസ ഗായിക ആശാ ഭോസ്ലെയ്ക്ക് രാജ്യം വിട ചൊല്ലുകയാണ്. ഇന്ന് രാവിലെ 11 മണി മുതൽ മുംബൈയിലെ അവരുടെ വസതിയിൽ പൊതുദർശനം ഉണ്ടാകും. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുംബൈയിലെ ദാദർ ശിവാജി പാർക്കിൽ സംസ്കാരം നടക്കും. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ശ്രീനാഥ്, ഈ മഹാഗായികയുടെ സംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ്. ആശാ ഭോസ്ലെയുടെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവരുടെ മകൻ ആനന്ദാണ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. രാത്രിയോടെ അതിന്റെ ഷെഡ്യൂൾ അവർ പങ്കുവെക്കുകയുണ്ടായി. രാവിലെ 11 മണിയോടെ മുംബൈയിലെ ആശാ ഭോസ്ലെയുടെ വസതിയിൽ പൊതുദർശനം എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 1-2 മണിക്കൂർ അത് തുടരും എന്നത് മനസ്സിലാക്കുന്നു. പിന്നീട് വൈകിട്ട് 4 മണിയോടെ 3 മണിക്ക് ശേഷം ശിവാജി പാർക്കിലേക്ക് കൊണ്ടുപോകും. ശിവാജി പാർക്കിലാണ് സംസ്കാര ചടങ്ങുകൾ. അത് 4 മണിയോടെയാണ് എന്നതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വിവിധ മേഖലകളിലെ പ്രമുഖർ ഏതായാലും അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെയാണ് മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ ആശാ ഭോസ്ലെയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. മെനഞ്ഞാന്ന് അവർക്ക് കടുത്ത അണുബാധയെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടി വന്നത്. പിന്നീട് തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു. ഇന്നലെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ പൊതുദർശനവും പിന്നാലെ സംസ്കാരവും. രാവിലെ 11 മണിയോടെ പൊതുദർശനം, വൈകിട്ട് സംസ്കാരം എന്നതാണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ. ഏതായാലും എസ്കെൻ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും മികച്ച ഗായകരിൽ ഒരാളായ ആശാ ഭോസ്ലെ ലതാ മങ്കേഷ്കറുടെ സഹോദരിയാണ്. ലതയാണോ ആശയാണോ എന്ന തരത്തിൽ ഏറ്റവും മികച്ചതെന്ന തരത്തിൽ പോലും പലപ്പോഴും ആരാധകർ ചർച്ച ചെയ്യുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഗായകരിൽ ഒരാൾ, ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തതിന്റെ ഗിന്നസ് റെക്കോർഡുള്ള ഗായിക, അങ്ങനെ പലതരത്തിൽ നമ്മുടെ രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ രാജ്യത്തെ സംഗീതത്തെ ലോകത്തിന്റെ മുന്നിൽ അതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡറായി മാറിയിട്ടുള്ള ഒരു ഗായിക, അവരാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. ഓക്കെ, എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ പാടിവെച്ച ആയിരക്കണക്കിന് പാട്ടുകൾ അലയടിച്ചുകൊണ്ടേയിരിക്കും ലോകത്ത്. ഇന്ത്യയിൽ മാത്രമല്ല, ഈ പ്രത്യേകിച്ച് ഹിന്ദി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഗൾഫ് നാടുകളിലും അതേപോലുള്ള പ്രദേശങ്ങളിലും ഏഷ്യയുടെ പല രാജ്യങ്ങളിലും ഹിന്ദി ആൾക്കാർക്ക് നല്ലതായിട്ട് അറിയാം. നമ്മുടെ പാട്ടുകളും അവിടെ പോപ്പുലറാണ്. അപ്പം ഒരുപക്ഷെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ പാട്ടുകൾ പാടിക്കൊണ്ടേയിരിക്കും ആളുകൾ. വരും തലമുറയും ഈ പാട്ടുകൾ നെഞ്ചേറ്റും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.